ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തോട്ട് പോവാണ്. സോ അതൊരു സൺഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്നും പറയരുത് കണ്ടിന്യൂസ് ആയിട്ട്. ഞാനത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയ സെയിം സ്ഥലത്തുള്ളൊരു ബോട്ട് റൈഡാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ അവരോട് പറഞ്ഞിരുന്നു ഞാൻ ഫ്രണ്ട്സിനെ കൂട്ടി വരാം. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ടാണ് ഇന്ന് പോകുന്നത്. ഞാൻ അവർ വന്നിട്ട് കാണിച്ചു തരാം. ബൈ. ഇത് ആൻഡ്രിയാണ്. ആൻഡ്രിയ സ്പെയിൻ എന്നാണ്. സോ ഹൗ യു സേ ഹായ് ഇൻ യുവർ ലാംഗ്വേജ്? Hi. Hola. Hola. Say hola. Hi. Hola. Okay, where we are going? Tell me. We are going in a boat trip. Are you excited? Yeah. Really? So it's gonna come in YouTube video in my channel. Alright. So what do you want to say the people in India? Hello. Okay. Enjoying here? Yeah, a lot. Very nice. Okay. Hi Afia. Hello. Where are you heading to? I'm heading to ride some boats with my new friends Okay. in Kent. Okay. Are you excited? Yeah, I'm excited, of course, especially because I've never done this before. Okay. You can do a YouTube channel. You're looking in good in this outfit. And you know this girl? No. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കുട്ടിയാണിത്. She's from my place. Hello, Anaka. You did the laundry? അപ്പോൾ ഇപ്പം മൂന്നാളെത്തിയിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ മെലിൻ്റെയും മേവിഷും വരാണ്ട്. Yeah, because there was ഓക്കെ, അവർ വന്നിട്ട് കാണിച്ചു തരാം. ഇനി ഇപ്പോൾ ഒരാളും കൂടി വരുന്നുണ്ട്. ഇത് നമ്മുടെ മെയിൻ ആളാണ്. ഹായ് മെലിൻഡ. സിയ. സിയ. അവരുടെ ഭാഷയിൽ സിയ എന്നാണ് പറയാം. സോ ഹൗ യു സേ ഹലോ ഇൻ യുവർ ലാംഗ്വേജ്? just hello. That's it. Yeah. Okay. Selamat sore. That's not hola. a good accent. Selamat sore. Hola. Hola. Siya. Namaskar. A beautiful girl from Pakistan. Are you doing better? Yeah. Hello. How are you? Mavish looks so beautiful today. Thank you so much. You all are looking very gorgeous in Pakistan. Okay, thank you. അങ്ങനെ ഞങ്ങളിത് ആ ബോട്ട് റൈഡുള്ള സ്ഥലത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് മേവിഷാണ്. നല്ലൊരു കുട്ടിയാണ്. I didn't understand what are you saying. You are so good. I'm saying. Oh, thank you. So it's all your affection. പാകിസ്ഥാൻ എന്നുള്ളൊരു കുട്ടിയാണ്. ഇസ്ലാമാബാദ്, റൈറ്റ്? From Gilgit, Pakistan. Hunza special. ആ സ്ഥലത്തു നിന്നാണ്. എവിടെ നിന്നാണ് പറഞ്ഞത്? You can tell the place. Yeah, I'm from Pakistan, Gilgit, Baltistan. The Hunza, that's also called the Switzerland of Pakistan. Yes. അതെ, അവിടെ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ളവരുടെ ബാക്കിൽ കൂടെ വരുന്നുണ്ട്. ഇനി ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓൺ ദ വേ ഉള്ള വിഷ്വൽസും ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ബൈ. അപ്പോൾ ഞങ്ങൾ ബെൽജിയത്തിൻ്റെ ഒരു സ്ട്രീറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിൽ കുറേ ക്ലോത്ത് സ്റ്റോഴ്സ്, അതുപോലെ ബ്രാൻഡഡ് ഷൂസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് നടക്കുന്നത്. സോ അവിടെ കുറച്ച് പേര് വരുന്നുണ്ട്. ഇന്ന് സൺഡേ കാരണം കുറേ ഷോപ്സൊക്കെ അടച്ചിരിക്കുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇവിടെയൊക്കെ ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ എല്ലാ ഷോപ്സും തുറന്നിട്ടുണ്ടായിരുന്നു.
ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഭയങ്കര കൈൻഡാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമ്മൾ സീബ്ര ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റോഡിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ ഇവിടെയുള്ള കാറുകളൊക്കെ നിർത്തിത്തരും. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് തോന്നി. ആൾക്കാർ ഭയങ്കര കൈൻഡാണ്, ഹെൽപ്ഫുള്ളാണ്. നമ്മളങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. സെയിൻറ്റ് മിക്കായൽ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ബോട്ട് റൈഡ് എവിടെയാന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പം എൻ്റെ കൂടെ വന്നവരൊക്കെ ബാക്കിലുണ്ട്. ഇനി ഞാൻ നോക്കട്ടെ എവിടുന്നാണ് ബോട്ട് എടുക്കാൻ നോക്കട്ടെ. Do we fit all? ഹായ് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറിയിരിക്കുകയാണ്. ഞങ്ങൾ പോവുകയാണ്. You guys play very well. Welcome on board. My name is Arn, and today I will try to convince you that Ghent is the most beautiful city of Belgium. Is the volume okay for everyone? Can you hear me? All right. So, we are starting the tour here in the old medieval harbor of Ghent. In between the two bridges, this was once one of the most important harbors in this region. Because by the 13th century, Ghent was already the number 2 biggest city here in the north of Europe, north of the Alps. Ghent had a population of 65,000 people, which meant that our city at that time was bigger than, for example, Amsterdam, less than 1,000 people, also bigger than Bruges, Brussels, Cologne, and even London was smaller than Ghent. There was only one city bigger, and that was Paris. Now, a big city needs a lot of food. So this entire harbor was specialized in the import of grain. Now, the grain that arrived here by ship was then stored in big warehouses. You can see an example on the left. The Grey Building is one of the oldest buildings that we have. It was constructed in the year 1201. Directly next to it, the Little Red Toll House with blue windows, where the taxes were paid by the boatsmen. Today, that is one of the smallest bars in the city of Ghent, with room for about 10 people. Now, the reason that we had to import grain was because our region doesn't have very good grounds. It is mostly sandy earth, so not very well suited for agriculture. What we could do was herd sheep. And if you have sheep, you can make textile. This is what we became good at, and this is what made our city rich. And when I say rich, I mean insanely rich. This is how we managed to get such a beautiful skyline here. The 3 towers of Ghent symbolizing the golden age of Ghent. All the way in the back is the youngest of the 3. St. Bavo's Cathedral is from the 16th century. Inside is a famous masterpiece known as the Adoration of the Mystic Lamb by the Van Eyck brothers. In the middle is the belfry. The belfry is not a church, it was a civil building. It was kind of used as a watchtower, also had to symbolize the autonomy of our city. With on the top, the golden animal. Not a chicken, people, this is the dragon, the protector of our city. In the front you have the oldest one, 13th century St. Nicholas Church. Now inside our belfry is a museum. You can also climb the tower to the top, has a beautiful view. And inside the belfry is an enormous musical instrument known as a carillon, an instrument that exists out of 60 bells. Every 15 minutes the bells play a little song, and the cool thing about Ghent is that we can choose the songs ourselves. Every 2 years we organize an election, people can vote. And since last year we have chosen some new songs, including Bohemian Rhapsody by Queen. This is not a joke, you can hear it every hour, 1:45.
Now, don't be disappointed, it's just 30 seconds and not the full 7 or 8 minutes. It's an old monastery, a monastery of the Dominicans, built in the 13th century. Even the little children. It was a very soft beer, had like 1 or 2% of alcohol. And this made the beer brewers very rich. And the Guild of the Beer Brewers financed the construction of this church. Biggest church in the city, on a total of 55 churches that we have. And so it's called the St. Michael's Church. In front of us is St. Michael's Bridge. Bridge was constructed for the World Exposition of 1913, for which many parts of our city were renovated and modernized in an attempt to make our city pretty and nice, because in the industrial age this was actually quite a dirty place. And they also construct new buildings like this bridge, but also an example is the Old Post building on the right hand side. On the opposite side you have the old meat market, 15th century. Unfortunately the old meat market is closed nowadays, needs to be urgently renovated. I've started renovating about 3 weeks ago. They are quite controversial because after the renovation this will become a parking for bicycles. Ghent became rich thanks to grain and textile, but most of all it became rich thanks to geography. Ghent was founded at a place where 2 rivers meet, and rivers, they were really the highways of the Middle Ages. Now because of 2 rivers, Ghent was well connected to the rest of the region. If you would go in that direction, 250 kilometers further you arrive in the north of France, close to the city of Lille. If you go the other way, keep going, you go towards Antwerp, after that to the Netherlands. And in the Middle Ages you had a third option to take a turn to the right here. This little canal would have brought you to the sea. Now this is one of the oldest canals in Europe, built in the 13th century. And now, the moment you've all been waiting for, here on the right hand side. Tan, 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 tan. Het Gravensteen, the castle of the counts.
this boat trip. I hope you're now all convinced that Ghent is the most beautiful city of Belgium, and I wish you a lovely day. Thank you very much. അങ്ങനെ ഞങ്ങളുടെ ബോട്ട് റൈഡ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇങ്ങനെ ഉണ്ടായിരുന്നു ബോട്ട് റൈഡ്. ബോട്ടിലിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. ബോട്ടിൽ നല്ല രസമുണ്ടായിരുന്നു. താറാവിനെയൊക്കെ കണ്ടു. താറാവിനെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ നിന്നെ കണ്ടു. മെലിൻഡ കാരണം ആരും കണ്ടില്ല. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വെലിൻഡയുടെ തലയാണ്. മെലിൻഡ, come here. Did you enjoy boat ride? It was so beautiful. So beautiful. Okay, then you can explain to my viewers. Good. Do you want a picture? So guys, how was the boat ride? Cool. We get to know a lot of history of Belgium. So we enjoy a lot. Ghent. Yeah. It was very nice. So yeah, I mean, in my area, everyone used to study university. And how is that? She's always taking pictures. This girl. അവൾക്ക് എപ്പോഴും ഫോട്ടോ എടുക്കണം. She love clicking photos. Oh my god. These are very good pictures. ഗൈസ്, ഞങ്ങൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഭയങ്കര ടയർഡായിരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ ഇവിടെയുള്ള കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുക ഈ സറൗണ്ടിങ്ങിലുള്ള. ഈ ഏരിയയിൽ മൊത്തം, ഈ ഏരിയയിൽ മാത്രമല്ല, ഈ ബെൽജിയം എന്ന് പറയുന്നത് ബീറിന് എന്താ പറയുക, ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ബീർ കുടിക്കുന്നവരാണ്. ലൈക്ക് കുഞ്ഞു കുട്ടികൾ വരെ 1-2% ആൽക്കഹോളുള്ള ബീർ കുടിക്കുന്നതാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വാക്കിംഗ് ബിക്കോസ് സൺഡേ ആണ്. അപ്പോൾ എന്തായാലും കുറേ ടൈമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങളുടെ സൺഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. സോ ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു അല്ലേ? പറ. അതെ, വളരെ നല്ല ഒരു ട്രിപ്പ് ആയിരുന്നു. How was the trip today? അതെ, ഇനിയും ഇതുപോലെ കുറേ ട്രിപ്പുകൾ ഓൺ ദ വേ ആണ്. എവിടെ വന്നുകൊണ്ടിരിക്കും എൻ്റെ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നാളെ മറ്റന്നാൾ എല്ലാ ദിവസവും ക്ലാസ്സാണ്. എന്തെങ്കിലുമൊക്കെയാണ് പറയുന്നത്. അല്ല ഗൈസ്, അവളങ്ങനെ പലതും പറയും. പക്ഷേ നമ്മൾ ട്രിപ്പ് പോയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, തീരെ വേണ്ട, സബ്സ്ക്രൈബ് ചെയ്യണം. അതൊരിക്കലും ചെയ്യരുത്. മലയാളികളെ കേൾക്കരുത്, വിശ്വസിക്കരുത്. പക്ഷെ എൻ്റെ വ്യൂവേഴ്സ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.